ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിലമ്പൂർ കഴിമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലൊക്കെ, പണ്ട് തേക്ക് കടത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന പാലൊക്കെ നമുക്ക് കാണാം. ഇതാണ് ബ്രിട്ടീഷുകാർ പണ്ട് തേക്കൊക്കെ കടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പാലം. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലങ്ങളൊക്കെ ഇന്നും അടിപൊളിയായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാ അപ്പോൾ ഇത് നമ്മളെ രണ്ട് ഫ്രണ്ട്സുകളാണ്, നമ്മളെ നിസാമും പിന്നെ സഫറും. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട ഈ പാലം ഉണ്ടാക്കിയ എഞ്ചിനീയറാണത്. രണ്ട് ഇരുമ്പിൻ്റെ പാലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അതിൻ്റെ വരെ ഗേറ്റുമ്പോൾ തന്നെ നമ്മൾ വേഴാമ്പല്ലി, മരണാണ്ടി ഒക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നെടുമുഖായം ഫോറസ്റ്റാണ്. അപ്പോൾ ആ വീഡിയോസാണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ഫോറസ്റ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒപ്പം നമ്മളെ സഹയാത്രികൻ നിസാമുദ്ദീൻ സഫറു. ഫുള്ള് തേക്കുകളാണ് മക്കളെ, ഫുള്ള് തേക്കുകൾ. ഇന്ത്യൻ ഗോൾഡ് അല്ലേ? ഗേസ് കണ്ട തേക്ക് ഇഷ്ടം പോലെ മുറിച്ചിട്ടിക്കണ കണ്ട, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ തേക്ക് മുറിച്ചിട്ടിരിക്കണം. വേറൊരു മരങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല, ഫുള്ള് തേക്കാണ്. അപ്പോൾ കുറേ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ കാഴ്ചയുണ്ട്, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോവാ. ഇതും 1980 ഇതതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരാണ് നോക്കണം. കുത്തുള്ളം വന്നിട്ട് പിന്നെ ആയതാണ് ഇതൊക്കെ. ഏതൊക്കെ വളവുണ്ട്. ആ കാണുന്നത് വയനാടാ. ഗൈസ് കണ്ട, ഇംഗ്ലീഷുകാരുണ്ടാക്കിയതിൻ്റെ ഗുണം കണ്ട. അങ്ങനെ ഒരു തുരുമ്പ് പോലും പിടിച്ചിട്ടില്ല. അത് കണ്ട, ഇത് നെറ്റ് സിസ്റ്റം അല്ല, ഇതൊരു പഞ്ചിങ് സിസ്റ്റം പോലത്തെ ഒരു സംഭവമാണ്. ഇത്ര കാലങ്ങൾക്ക് മുന്നേ ചെയ്ത വർക്കാണ് ഇതൊക്കെ. ഒരു കംപ്ലൈൻറ്റ് ഇപ്പോഴും ഇല്ല. നേരത്തെ നമ്മൾ കാണിച്ചല്ലേ, ആ എഞ്ചിനീയറാണ് ഈ പാലം പണിതിട്ടുള്ളത്. 1933 ഈ പാലം പണിതിട്ടുള്ളത്.
ഫെബ്രുവരി 9 ആയിഷ ആ പാലുണ്ടാക്കിയ എഞ്ചിനീയർ അല്ലേ ആ എഞ്ചിനീയർ മരണപ്പെട്ട കബറടക്കം ചെയ്ത സ്ഥലമാണിത്. സംഭവമായി തോന്നി ആലോചിച്ചൊക്കെ ആ താറ ഇവിടുത്തെ കേറ്റി ചൈമ കുത്തിയല്ലോ അപ്പോൾ ഗൈസ് നമ്മളാ നേരത്തെ കണ്ട 2 പാലം പണിത ഇംഗ്ലീഷുകാരൻ്റെ ശവകുടീരാണിത്. പുള്ളിക്കാരൻ ആ പുഴയിൽ പെട്ടിട്ടാണ് പുള്ളിക്കാരൻ മരണപ്പെട്ടത്. പുള്ളിക്കാരൻ്റെ ശവകുടീരാണിത്. അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് നമ്മൾ ആനേനൊക്കെ മെരുക്കിയെടുക്കുക. മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശനാണ്. ഈ ആനയെ പിടിച്ചത് ഈങ്ങാടിൽ പള്ളികളല്ലേ ഇല്ല ഈ നിളം കഴിഞ്ഞിട്ട് കാണാം. ചുയ്യായിരുന്നു അതിനാണ്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് നീന്തും. ഇവിടെ നല്ല വെള്ളമാണ്. അപ്പോൾ വെള്ളം കുറഞ്ഞു. അവിടെയാണ് മെയിൻ. മത്സരമൊക്കെ അവിടെ മരിച്ചിട്ടുള്ളൂ. പിന്നെ കിട്ടുന്നത് ആറ്റിനാണെന്നുള്ളൂ. കിട്ടൂലേ ആ ഇംഗ്ലീഷുകാരെ എവിടെയാണ് മരിച്ചത്? മറ്റേ പാറാക്കണ് ആ പാറ എവിടെയും അവിടെയാണ് ചൂരി കിടക്കുന്നത്. വെള്ളത്ത് പോണലൊക്കെ അവിടെ നിന്ന് പോവുള്ളൂ. പിന്നെ ഒരു കപ്പിൾസ് വന്നീനി പുതിയാപ്പിളും പുതിയണ്ടോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ബാക്കിൽ ഇങ്ങനെ പോയതാ. അപ്പോൾ ആ പാറമെന്ന് പോയി ഒരു. അപ്പോൾ ഗൈസ് നമ്മളെ ഇംഗ്ലീഷുകാരൻ മരണപ്പെട്ടത് ഈ ഭാഗത്തു നിന്നാണ്. ഈ ചുഴിയിൽ പെട്ടിട്ടാണ് മരണപ്പെട്ടത്. ഗൈസ് ഈ കാട്ടിലുള്ള മൂപ്പനും മൂപ്പത്തിയും ഇവരൊപ്പം നടക്കുന്ന നായയാണത്. നിങ്ങളെ കൊടുന്നു അടിപൊളി മണലാണല്ലോ. എവിടെ കുളിക്കാൻ പറ്റൂലേ? ഇതാ ഇത് നമ്മളവിടുന്ന് നെടുങ്കായം കണ്ടതല്ല. ഇത് ചെറിയ കളർ മാറ്റം കണ്ടോ? ഇത് ഏത് പുഴയുണ്ടത്? ഇത് കരിമ്പുഴ. ഇത് കരിമ്പുഴ. ഇതിങ്ങോട്ട് കൂടുന്ന ചെറുപുഴ. അവിടുന്ന് വരുന്നത് നേരത്തെ കണ്ട അത് ഞങ്ങൾ ഈ ചോറക്കണൊക്കെ അപ്പോൾ നിങ്ങൾ ആ കാണുന്നത് നമ്മളെ കാട്ടാനക്കൂട്ടങ്ങളാണ്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കരിമ്പുഴ കട്ടിങ്ങൽ. കരിമ്പുഴ കട്ടിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ടമാന ആനക്കൂട്ടങ്ങളാണ് കാണുന്നത്. കണ്ടിട്ട് അറിയണ്ട എത്ര മനുഷ്യന്മാരുണ്ടായിട്ട് ഇപ്പൊ നമ്മള്
സാറിന്റെ ഒരു തൊഴിലുണ്ടാവില്ല. മണ്ണിടാണ് മേത്തേക്ക് മേത്തേക്ക് മണ്ണിടും. ഒരു തുമ്പത്തിന് ഇങ്ങനെ മേത്തേക്ക് മണ്ണിടും. തണുപ്പിന് തിമ്പുഴ അയിലെ പോയിന് ആന നിൽക്കണേ അതിന്റെ അപ്പുറത്ത് കൂടെ ഒരു ചെറിയ പുഴ പോകുന്നുണ്ട് അയിലെ അത് എനിക്ക് കഴിയുമ്പുഴ. പിന്നെ ഈ ചെറുപുഴന് ഇങ്ങനെ പോയിന് ഇതിലെങ്ങനെ പോയിന് അങ്ങനെ വലിയ വെള്ളം വന്നപ്പോൾ ആ പ്രളയം നടന്നില്ലേ അന്ന് ഈ കെട്ട് പൊട്ടി ഈ കോൺക്രീറ്റിന്റെ കെട്ട് പൊട്ടിയിട്ട് ഈ ഗ്രൗണ്ട് ഫ്ലോർ ആക്കണേ ഇത് ഫുള്ള് തേക്ക് കാടേന് ഈ തേക്ക് ഫുള്ള് ഒലിച്ചു പോയി. അങ്ങനെ ഒലിച്ചു പോയിട്ട് ഈ രണ്ട് പുഴ ഒന്നായി. അങ്ങനെ അങ്ങോട്ട് ഒഴിക്കണ പുഴ ഇങ്ങോട്ടായാണ്ട് ഈ ചുറയും കരിമ്പും ഒന്നായിക്കാണ്ട് ഇതിപ്പോൾ ചാലിയാർക്കാണ് പോകണേ. നിലമ്പൂർ ചാലിയാർക്കാണ് ഈ പുഴ പോകുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് നിലമ്പൂർ എത്തുമ്പോൾ പേര് ചാലിയാറാണ്. സ്റ്റോപ്പ് ആവണില്ല, അത് പൊട്ടിയ നിലുണ്ട് നിങ്ങളെ മുക്കല വള പൊടിന് അതിന്റെ കുറച്ച് മേലെ അധികം കൂടുകയാണ്. പണ്ട് വന്നാലും ഒന്നും മനസ്സിലാവില്ല. ഇപ്പം എന്താ വെച്ചാൽ നല്ല സുഖം.